ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് 3 ചിറകുള്ള കൂട്ടുകാർ. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറും ഫുൾ ആക്ടിവിറ്റീസും നൽകിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് പക്ഷികളുണ്ട്. പല നിറത്തിലുള്ളവ, പല ശബ്ദങ്ങളുണ്ടാക്കുന്നവ, പല വലുപ്പത്തിലുള്ളവ. കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രദേശത്തുള്ള എത്ര പക്ഷികളുടെ പേര് നിങ്ങൾക്കറിയാം? ഒന്ന് എഴുതി നോക്കൂ. കാക്ക, മൈന, തത്ത, ചെമ്പോത്ത്, മരംകൊത്തി, പൊന്മാന്, പരുന്ത്, കൊക്ക്, കോഴി, താറാവ്, കുയിൽ. നിറം നൽകി ഭംഗിയാക്കൂ. പക്ഷികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതി നിറം നൽകി ഭംഗിയാക്കൂ. ഫസ്റ്റത്തെ ചിത്രത്തിൽ തത്തേനെയാണ് കാണുന്നത് അല്ലേ? തത്ത. രണ്ടാമത്തെ പക്ഷി നാഗമോഹൻ. ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പക്ഷിയാണ് കേട്ടോ അത്. മൂന്നാമത്തത് മയിൽ. ഇത് നമ്മുടെ ദേശീയ പക്ഷിയാണ്. അടുത്തത് മരംകൊത്തി. പക്ഷികൾക്കൊക്കെ നന്നായിട്ട് വൃത്തിയിൽ നിറം നൽകണേ. ഈ ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? തോലുകളുടെ നിറത്തിൽ, ശരീരത്തിൻ്റെ ആകൃതിയിൽ, അതുപോലെ കൊക്കിൻ്റെ ആകൃതി വ്യത്യാസമില്ലേ? തത്തൻ്റെ കൊക്ക് പോലെയാണോ മരംകൊത്തിയുടെ കൊക്ക്? അല്ല അല്ലേ. തൂവലുകളുടെ വലുപ്പത്തിലും ശരീരത്തിൻ്റെ വലുപ്പത്തിലും പ്രത്യേകതകളുണ്ട്. പക്ഷികളും ഒരേ തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്? അല്ല, അവയുടെ ഭക്ഷണ രീതിയിലും വ്യത്യാസമുണ്ട്. തരംതിരിക്കാം. നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലാണോ? തൂവലുകൾക്ക് വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ കണ്ടിട്ടില്ലേ? ഇതാ ഈ പക്ഷികളുടെ തൂവലുകൾക്ക് നിറവ്യത്യാസമില്ലേ? ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുകളുള്ളവ ഏതൊക്കെയാണ്? കാക്ക, തത്ത, താറാവ്, പ്രാവ്. എല്ലാ താറാവുകളും പ്രാവുകളും ഒരുപോലെയല്ല. വെള്ള നിറത്തിലുള്ളവ കണ്ടിട്ടില്ലേ? അതുപോലെ വാൽക്കുലുക്കി പക്ഷി, ബ്ലാക്ക് കളറിൽ വാലൊക്കെ നീളത്തിലുള്ളൊരു പക്ഷിയാണ്. പല നിറങ്ങളിലുള്ള തൂവലുകളുള്ളവ മയിൽ, മരംകൊത്തി, പൊന്മാൻ, മഞ്ഞക്കിളി, കോഴി. നിങ്ങൾ കൂടുതൽ അറിയുന്നവ എഴുതി ചേർക്കണേ. പക്ഷികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പക്ഷികളുടെ ശരീരത്തിൽ തൂവലുകളുണ്ട്. അവ മുട്ടയിടുന്നു. എല്ലാ പക്ഷികൾക്കും കൊക്കുകളുണ്ട്. എല്ലാ പക്ഷികൾക്കും ചിറകുകളുണ്ട്. ഇതാണ് പക്ഷികളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ. എന്നാൽ എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയില്ല കേട്ടോ. അതുപോലെ മണം പിടിച്ച് ഇര തേടുന്ന പക്ഷികളുണ്ട്. വിശദമായിട്ട് നമുക്ക് LSS ക്ലാസ്സിൽ പഠിക്കാം. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നമ്മളോട് പറയുന്നത് പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ്. എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണം? പക്ഷി കാണപ്പെടുന്ന സ്ഥലം, കണ്ട സമയം, വലുപ്പം, നിറം, കൂട്, ശബ്ദം, കാലുകളുടെ നിറം, വിരലുകളുടെ എണ്ണം, വലുപ്പം, നീളം, കണ്ണുകളുടെ വലുപ്പം, നിറം, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി. നമുക്ക് 2 പോയിന്റ് എഴുതി ചേർക്കാം അല്ലേ? വാലിൻ്റെ പ്രത്യേകത, കഴുത്തിൻ്റെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത. അതുപോലെ മുട്ടക്കുണ്ട് കേട്ടോ പ്രത്യേകത. മുട്ടയുടെ വലുപ്പം, കളർ, എണ്ണം. നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. ചിത്രം വരയ്ക്കാനും മറക്കരുതേ. കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടുവളപ്പിൽ കാണുന്ന പക്ഷികളാണ്. തുമ്പൻ നത്ത്, അതായത് മൂങ്ങ, കാട്ടുമൈന, ഇരട്ടവാലൻ, നാഗമോഹൻ, മണ്ണാത്തിപ്പുള്ള്, ഉപ്പൻ, അതായത് ചെമ്പോത്ത് എന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ, കുരുവി, കുയിൽ. നിരീക്ഷണക്കുറിപ്പ്. പക്ഷിയുടെ പേര് തത്ത. കണ്ട സ്ഥലം വയൽ വരമ്പ്. കണ്ട സമയം വൈകുന്നേരം. നിറം പച്ച. ചുണ്ടിൻ്റെ സവിശേഷത കൂർത്തു വളഞ്ഞതും ചുവന്ന നിറത്തിലുള്ളതും. കാലുകളുടെ പ്രത്യേകത മരത്തിൽ കയറാനും ഭക്ഷണം മുറുകെ പിടിക്കാനും ഉപകരിക്കുന്ന മെലിഞ്ഞ കാലുകൾ. വാലിൻ്റെ സവിശേഷത ത്രികോണാകൃതിയിലുള്ള നീണ്ട വാൽ. മറ്റു സവിശേഷതകൾ കഴുത്തിൽ റോസ് നിറത്തിലുള്ള വളയമുണ്ട്. മരപ്പൊത്തിൽ മുട്ടയിടുന്നു. പൂർത്തിയാക്കാം. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. പിറകോട്ട് പറക്കുന്ന പക്ഷി ഹമ്മിങ് ബേർഡ് അല്ലെങ്കിൽ തേൻകുരുവി എന്നും പറയും. ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. പറക്കാത്ത പക്ഷി ഒട്ടകപ്പക്ഷി, കിവി, പെൻഗിൻ, യമു. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്നതും ഏറ്റവും ചെറിയതുമായ പക്ഷി ഹമ്മിങ് ബേർഡാണ്. നെക്സ്റ്റ്, ആഹാരം പലവിധം. എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ? അല്ല. ഇവിടെ ടേബിൾ നൽകിയിട്ടുണ്ട്, അതൊന്ന് പൂരിപ്പിക്കാം. തത്ത ആഹാരം ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ. പൊന്മാൻ മത്സ്യം,
ചെറുപ്രാണികൾ. പരുന്ത്. എലികൾ, പാമ്പുകൾ, ചെറുജീവികൾ, ചെറിയ പക്ഷികൾ, മത്സ്യങ്ങൾ. മീന. ചെറുപ്രാണികൾ, ചെടികളുടെ പഴം. മരംകൊത്തി. പ്രാണികൾ, പുഴുക്കൾ, വണ്ട്. നാഗമോഹൻ. പാറ്റകൾ, ഈച്ചകൾ, പറന്നു നടക്കുന്ന ഷഡ്പദങ്ങൾ. കുയിൽ, പഴങ്ങൾ. ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത്. താറാവുകൾ വെള്ളത്തിലും ചെളിയിലുമാണ് ഇര തേടുന്നത്. ചെറിയ ചെറിയ ജീവികൾ, മീൻ, ഇവയൊക്കെയാണ് അവരുടെ ഭക്ഷണം. ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം. കഴുകന്, പരുന്ത് ഇവയൊക്കെ ഇരയെ റാഞ്ചി എടുത്താണ് കൊണ്ടുപോകുന്നത്. ഇതാ വേറൊരു പക്ഷി പറയാണ്, പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടം. പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അടുത്ത ചെറിയൊരു പക്ഷിയാണ് പറയുന്നത് അല്ലേ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷികളുടെ ആഹാര രീതികൾ വ്യത്യസ്ത തരത്തിലുള്ളതാണെന്ന്. എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത്? താഴെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. പക്ഷികളുടെ പേരും അവയുടെ ഭക്ഷണ രീതികളും എന്തൊക്കെയാണെന്ന് കണ്ടെത്താം. പഴങ്ങൾ ഭക്ഷിക്കുന്നവർ: കുയിൽ, ബുൾബുൾ, മഞ്ഞക്കറുപ്പൻ, കുരുവി. അടുത്തത് തേൻ നുകരുന്നവർ: ഹമ്മിങ് ബേർഡ്, അതായത് തേൻകുരുവി, മണ്ണാത്തിപ്പുള്ള്, മഞ്ഞക്കിളി. നെക്സ്റ്റ് ചെറിയ പ്രാണികളെ ഭക്ഷിക്കുന്നവർ: മൈന, മണ്ണാത്തിപ്പുള്ള്, മരംകൊത്തി, കോഴി. അടുത്തത് വിത്ത് കഴിക്കുന്നവർ: പ്രാവ്, കുരുവി, കോഴി, തത്ത, മൈന. നെക്സ്റ്റ് ചിത്രത്തിൽ ആരെ കാണുന്നത്? കഴുകന്, പരുന്ത് അല്ലേ. ഇവരെങ്ങനെ ഇതാ ഇരയെ റാഞ്ചി പിടിക്കുന്നവർ. ഇവയുടെ ഭക്ഷണം ചെറുപക്ഷികൾ, പാമ്പ്, എലി, മത്സ്യം. നെക്സ്റ്റ് വെള്ളത്തിൽ ഇര തേടുന്നവർ: കൊക്ക്, കുളക്കോയി, പൊന്മാൻ, താറാവ്. എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ? അല്ല അല്ലേ. ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അവയുടെ കൊക്ക്, കാല് അത് വരച്ച് യോജിപ്പിക്കാനാണ്. ഫസ്റ്റത്തെ ചിത്രത്തിൽ താറാവിൻ്റെ കൊക്കാണ്. അതിൻ്റെ കാലുകൾ എങ്ങനെയുള്ളതാണ്? കാലിത ലാസ്റ്റത്തെ ചർമ്മബന്ധിതമായ കാലുകളാണ്. അവർക്ക് ചെളിയിൽ നിന്നും ആഹാരം, അതായത് ഇര തേടാനുള്ള രീതിയിലായിരിക്കും അവയുടെ കൊക്കുകൾ. രണ്ടാമത്തെ ചിത്രത്തിൽ പൊന്മാനാണ്. പൊന്മാൻ്റെ കാലുകൾ ഇതാ മൂന്നാമത്തെ ചിത്രമാണ് കേട്ടോ. നെക്സ്റ്റ് പരുന്ത്. പരുന്തിൻ്റെ കൊക്ക് വളഞ്ഞു കൂർത്ത കൊക്കാണ്. കാലുകൾ മൂർച്ചയേറിയ കാലുകൾ. പരുന്ത് ഇരയെ റാഞ്ചി എടുത്ത് കൊണ്ടുപോവുകയാണ്. ആ രീതിയിലുള്ള കാലുകളാണ് പരുന്തിനുള്ളത്. കൊക്ക്. നെക്സ്റ്റ് മരംകൊത്തി. അടുത്ത ടോപ്പിക്ക് പക്ഷികളും വാസസ്ഥലങ്ങളും. പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാൻ കഴിയും? കുളക്കരയിൽ, മരത്തിൽ, പൂന്തോട്ടത്തിൽ. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? കൊക്ക്, താറാവ്, പൊന്മാൻ. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നീണ്ട കാലുകൾ, നീണ്ട കൊക്ക്, എണ്ണമയമുള്ള തൂവലുകൾ. ഈ കോളത്തിൽ പക്ഷികളുടെ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല. ചിലതിന് നീണ്ടു കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളും ഉണ്ട്. ആഹാര സമ്പാദന രീതിയിലും സഞ്ചാര രീതിയിലും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും. ഈ മൂങ്ങയുടെ പ്രത്യേകതകളാണ് കേട്ടോ പറയുന്നത്. നിശാസഞ്ചാരികൾ. പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര തേടുന്നവരാണ് മൂങ്ങകൾ. രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത്. കാട്ടുമൂങ്ങ, വെള്ളിമൂങ്ങ, മീൻകൂമൻ, നത്തുകൾ ഇതൊക്കെ രാത്രി സഞ്ചാരികളാണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. പക്ഷികളും കൂടുകളും. നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി പൂർത്തിയാക്കൂ. പല വലുപ്പത്തിലും ആകൃതിയിലുമാണ് കൂടുള്ളത്. കൂടുണ്ടാക്കിയിട്ടുള്ള സ്ഥലവും കൂടുണ്ടാക്കിയ രീതിയും വ്യത്യസ്തമാണ്. മുട്ടകൾ പലതരം. ഇതാ ഈ ചിത്രത്തിലുള്ളത് ഫസ്റ്റത്തെ ചിത്രം കോഴിൻ്റെ മുട്ടയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കാടമുട്ട. യമുവിൻ്റെ മുട്ട തന്നിട്ടുണ്ട്. താറാവ്, ഒട്ടകപ്പക്ഷി, കാക്ക, കുയിൽ. പക്ഷികളുടെ മുട്ടകൾ പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഏതെല്ലാം രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വലുപ്പത്തിൽ, അതുപോലെ കളറിൽ, നിറം കണ്ടല്ലോ, കളറിൽ, ആകൃതിയിൽ. മക്കളോട് പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
പക്ഷികളുടെ കൂടുകളുടെ ആകൃതി, വലുപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി, മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വലിയ മുട്ടയും ഒട്ടകപ്പക്ഷിൻ്റെ മുട്ടയാണ്. ഒരു മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ടാകും. ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണ് ഒട്ടകപ്പക്ഷിയുടേതാണ്. എൻ്റെ മക്കൾക്കൊക്കെ പരിചയമുള്ള ഒരു പക്ഷിയാണ് മഞ്ഞക്കിളി. ഈ പക്ഷി എല്ലാ കാലങ്ങളിലും കാണാറുണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ പല പക്ഷികളെയും ചില കാലങ്ങളിൽ മാത്രം കാണും. ഇവയൊക്കെയാണ് പക്ഷികൾ. ഇവയെ ദേശാടന പക്ഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ദേശാടനം നടത്തുന്നത്? പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചില ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തെത്തുന്നു. കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ അവ തിരിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. പ്രതികൂല കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴ, മഞ്ഞ്, അതുപോലെ കൂടുതൽ ചൂട്, ആ സമയത്തൊക്കെ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ദേശാടനം നടത്തും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്നത് കടലുണ്ടിയിലാണ് കേട്ടോ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ദേശാടന പക്ഷിയുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പക്ഷികളും പരിസ്ഥിതിയും. ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ ആരെങ്കിലും നട്ടു വളർത്തിയതാണോ? അല്ല അല്ലേ? അതുപോലെ കാടുകളിലൊക്കെ മരങ്ങൾ വളരുന്നത് ആരെങ്കിലും നട്ടു വളർത്തുന്നതാണോ? എല്ലാം പക്ഷികൾ അവിടെ നിന്ന് ഭക്ഷണം, അതായത് അവരുടെ വിത്തുകൾ, പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവിടെ നിന്ന് വേസ്റ്റൊക്കെ ചാടി മുളച്ച് വരുന്നതാണ് അല്ലേ? ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? വിത്ത് വിതരണത്തിനും പരാഗണത്തിനും സസ്യങ്ങളെ സഹായിക്കുന്നു. കീടങ്ങളെ നിയന്ത്രിക്കുന്നു. പരിസരം വൃത്തിയാക്കുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ദാഹജലം തേടി. നീരുറവകളും ജലാശയങ്ങളും വറ്റി വളരുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാഹമകറ്റുന്നത് എങ്ങനെയായിരിക്കും? ഈ കോളത്ത് തന്നിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷികൾക്ക് ദാഹം അകറ്റാൻ മരത്തണലിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രത്തിൽ വെള്ളം വെക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ അത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും. ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അടുത്ത വേനൽക്ക് ചെയ്യണം കേട്ടോ. പാവം അവർക്കും വെള്ളം കുടിക്കണ്ടേ. മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. മലമുഴക്കി വേഴാമ്പൽ, അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളൊക്കെ വംശനാശ ഭീഷണിയിലാണ്. ഇവയുടെ എണ്ണത്തിലൊക്കെ കുറവ് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിനു കാരണം? കുറച്ച് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതക്കുറവ്, ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം, മനുഷ്യ സാമീപ്യം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, രാസവളപ്രയോഗം, അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവയ്ക്ക് വംശനാശം സംഭവിക്കുന്നത്, അവയുടെ എണ്ണത്തിൽ കുറവ് വരുന്നത്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അറിയോ മക്കൾക്ക്? ആൻസർ കമൻറ്റ് ചെയ്യൊന്നും വേണ്ട. മക്കൾ ആൻസർ തിരഞ്ഞൊന്നും ടൈം കളയണ്ട. നന്നായിട്ട് പഠിക്കുക, എക്സാമൊക്കെ അടുത്തതാണല്ലോ. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. മക്കൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കൊക്കെ ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അതിൻ്റെ പേര് കന്നിമരം എന്നാണ്. ഇവിടെ കടുവേനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. വീഡിയോസൊക്കെ നൽകിയപ്പോൾ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോണസ് ക്വസ്റ്റ്യൻ തന്നൂടെ, ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ആൻസർ പറയാനാണെന്ന്. GK ക്വസ്റ്റ്യൻസ് നൽകുമ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ നൽകാം കേട്ടോ. പക്ഷി നിരീക്ഷകർ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡോക്ടർ സലീം അലി. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണമായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. കോളത്തിലുള്ള മക്കൾ വായിക്കണം കേട്ടോ. ഇവിടെ 2 പക്ഷി നിരീക്ഷകരെ കൂടി കണ്ടല്ലോ. ഫസ്റ്റ് KK നീലകണ്ഠൻ. അദ്ദേഹത്തിന് ഇന്ദു ചൂടൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് KK നീലകണ്ഠനാണ്. കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് KK നീലകണ്ഠനാണ്. ചൂലന്നൂരിലെ മയിൽ സംരക്ഷണ കേന്ദ്രം അദ്ദേഹത്തിൻ്റെ പേരിലാണ്, അതായത് KK നീലകണ്ഠൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ R സുഗതൻ. പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പക്ഷിശാസ്ത്രം, അതായത് ഓർണിത്തോളജി. നമ്മൾ കുറേ പക്ഷികളെക്കുറിച്ച് പഠിച്ചു, അവയുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചു.
ആ പഠനത്തിൻ്റെ ശാസ്ത്രശാഖൻ്റെ പേരാണ് ഓർണിത്തോളജി. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. അതുപോലെ സലീം അലിയുടെ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. പദപ്രശ്നം പൂർത്തിയാക്കൂ. വലത്തോട്ട്. 1. കോട്ടയം ജില്ലയിലെ പക്ഷിസങ്കേതം. ആൻസർ കുമരകം. 2. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. താഴോട്ട്. 3. ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻസർ തട്ടേക്കാട്. 4. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതം മംഗളവനം. 5. ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷിസങ്കേതം. മലപ്പുറം കോഴിക്കോട് ജില്ലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. കടലുണ്ടി. ഇതുപോലെ എഴുതി ചേർക്കുക കേട്ടോ. വയനാട് ജില്ലയിലെ പക്ഷിസങ്കേതമാണ് പക്ഷിപാതാളം. അതുപോലെ അരിപ്പ പക്ഷിസങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.